മോക്ക് ഡ്രില്ലിനുള്ള ഒരുക്കങ്ങൾ കേരളത്തിലും പൂർണ്ണമാണ്. ഞാനിപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്താണ്. ഇവിടെ ഒരു വലിയ സൈറൺ വച്ചിട്ടുണ്ട്. ഈ സൈറണാണ് ഈ കൃത്യമായി ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത്. അതായത് സൈറൺ 4 മണിക്ക് ആദ്യം ശബ്ദിക്കും. ഈ ശബ്ദം 90 സെക്കൻഡ് നീണ്ടു നിൽക്കും. 3 തവണയായിട്ടാണ് ഈ സൈറൺ 90 സെക്കൻഡ് ശബ്ദിക്കുക. വലിയ ശബ്ദമാണ്, വലിയ തീവ്രതയുള്ള ശബ്ദമാണ്. ഇതിലൂടെ മുഴുവൻ ആളുകളെയും ഈ മോക്ക് ഡ്രില്ല് അറിയിക്കുക. അവരോട് ഈ സൈറൺ തുടങ്ങുന്നു, അതുകൊണ്ട് തന്നെ ഈ മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നു എന്ന് അറിയിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. മറ്റു ഭാഗങ്ങളിലും വലിയ ഒരുക്കങ്ങൾ നടക്കുന്നു. സ്കൂളുകൾ, സർക്കാർ ഓഫീസുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ തന്നെ ആളുകൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ മോക്ക് ഡ്രില്ല് ഉണ്ടാകും. 4-നും 4:30ക്കും ഇടയിൽ സ്പെഷ്യൽ ക്ലാസ്, ട്യൂഷൻ സെന്റർ, കായിക വിനോദങ്ങൾ എന്നിവയിലുള്ള കുട്ടികൾ അവിടെ ആ സ്ഥാപനങ്ങളിൽ തന്നെ തുടരാൻ നിർദ്ദേശമുണ്ട്. ഈ അലർട്ട് സൈറൺ വരുമ്പോൾ അത് മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നു. അതിനുശേഷം 4:28-ന് ഒരു സൈറൺ കൂടി വരും. അത് സുരക്ഷിതമായി, നിങ്ങൾ സുരക്ഷിതരാണ്, അതായത് ഈ ആക്രമണം ഉണ്ടായെങ്കിൽ അത് കഴിഞ്ഞു, നിങ്ങൾ സുരക്ഷിതരാണെന്ന സൈറണാണ് 4:28 നൽകുന്നത്. അതോടുകൂടി ഇത് അവസാനിക്കും, ഈ മോക്ക് ഡ്രിൽ അവസാനിക്കും. വിശദമായ ഒരു കുറിപ്പ് ഇന്നലെ തന്നെ എന്തൊക്കെയാണ് ഈ സൈറണുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണത് ഈ മോക്ക് ഡ്രിൽ പുരോഗമിക്കുക എന്ന കാര്യം വിശദമായി ഇന്നലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ഒക്കെ ജനങ്ങളെ അറിയിച്ചിരുന്നു. 4 മണിക്ക് മോക്ക് ഡ്രിൽ ആരംഭിക്കും. 4 മണി മുതൽ 30 സെക്കൻഡ് അലർട്ട് സൈറൺ 3 വട്ടം, അതാണ് 90 സെക്കൻഡ് ഞാൻ പറഞ്ഞത്. ഈ 30 സെക്കൻഡ് വീതമുള്ള 3 സൈറണാണ് ഈ 4 മണിക്ക് മുഴങ്ങുക. ഈ സൈറൺ ശബ്ദം കേൾക്കുന്ന ഇടങ്ങളിലും കേൾക്കാത്ത ഇടങ്ങളിലും 4:02-നും 4:29-നും ഇടയിലാണ് മോക്ക് ഡ്രിൽ നടത്തേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് സൈറൺ ഇല്ലാത്ത ഇടങ്ങളിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങളാണ് ഇതിനെ ജനങ്ങളെ ഈ മോക്ക് ഡ്രിൽ നടക്കുന്നു എന്നതിനെ അറിയിക്കാൻ ഉപയോഗിക്കുന്നത്. അലർട്ട് ശബ്ദം കേൾക്കുമ്പോൾ ഈ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കും. കൃത്യമായ നിർദ്ദേശങ്ങൾ എല്ലായിടത്തും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നൽകിയിരുന്നു. എങ്ങനെയാണ് ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ ജനങ്ങൾ പെരുമാറേണ്ടത്. 14 ജില്ലകളിലും ഇതേ സമയത്താണ് തീർച്ചയായും 14 ജില്ലകളിലും ഒരേ സമയത്ത് മോക്ക് ഡ്രിൽ നടക്കാൻ പോവുകയാണ്. അരുൺ, ഇതിന്റെ ഒരുക്കങ്ങൾ ഒക്കെ വിശദീകരിച്ചുവല്ലോ. ഈ ആംബുലൻസുകളും ആശുപത്രികളും ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് മോക്ക് ഡ്രിൽ നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്നു ആ തരത്തിലുള്ള ഒരു മോക്ക് ഡ്രിൽ തന്നെ ലക്ഷ്യമിടുന്നു. വ്യോമാക്രമണം ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ കൂടി അവബോധമുണ്ടാക്കുക, അതിനെ നമ്മുടെ സംവിധാനങ്ങൾ എത്രമാത്രം പര്യാപ്തമാണ് എന്ന് നിശ്ചയിക്കുക. നഗരത്തിൽ അരുൺ സഞ്ചരിച്ചപ്പോൾ ആ രീതിയിലുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ നഗരത്തിലുടനീളം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ആംബുലൻസുകളും മറ്റ് ആശുപത്രികളും ഒക്കെ സജ്ജീകരിച്ചുകൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് നഗരങ്ങളിലൊക്കെ കാണാമോ? തീർച്ചയായിട്ടും എല്ലായിടങ്ങളിലും തയ്യാറെടുപ്പുകളുടെ ഒരുക്കങ്ങളുണ്ട്. നമുക്കറിയാം, രാജ്യം വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നത്. ഇന്ന് പുലർച്ചെ പാകിസ്ഥാന് രാജ്യം തിരിച്ചടി നൽകി. എന്താണോ പഹൽഗാമിൽ സംഭവിച്ചത് അതിനുള്ള മറുപടി നൽകി. പക്ഷെ അവിടെ കൊണ്ടും കാര്യങ്ങൾ അവസാനിക്കില്ല. സ്വാഭാവികമായും പാകിസ്ഥാൻ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനിടയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു യുദ്ധ സാഹചര്യം ഒരുപക്ഷെ രാജ്യത്തുണ്ടായേക്കാം. അങ്ങനെ വന്നാൽ എങ്ങനെ ജനങ്ങൾ ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് അതിനോട് ജനങ്ങൾ ഇടപെടേണ്ടത്, അത് ആശങ്കയോടെയല്ല മറിച്ച് ജാഗ്രതയോടുകൂടി ജനങ്ങൾ ഇടപെടണം. അതിനുള്ള മുന്നൊരുക്കങ്ങളാണ്. റിഹേഴ്സലായി വേണം ഈ മോക്ക് ഡ്രില്ലിനെ കാണാൻ. ഏത് ദിവസവും ഏത് നിമിഷവും രാജ്യം അത്തരമൊരു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിലാണ്, അല്ലെങ്കിൽ സാഹചര്യം രാജ്യത്തുണ്ടാകാം. അതിന് ജനങ്ങളെ ഒരുക്കുകയാണ് ഈ മോക്ക് ഡ്രില്ലിലൂടെ ചെയ്യുന്നത്. അതിന്റെ തയ്യാറെടുപ്പ് എല്ലായിടങ്ങളിലും, ആശുപത്രികളിൽ, ആരാധനാലയങ്ങളിൽ, അതുപോലെ മാളുകളിൽ, ആൾക്കൂട്ടമുണ്ടാകുന്ന എല്ലാ സ്ഥലങ്ങളിലും, സ്കൂളുകളിൽ, വീടുകളിലുള്ളിൽ പോലും എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, ഇത്തരമൊരു അടിയന്തര യുദ്ധ സാഹചര്യം വന്നാൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടെന്ന കൃത്യമായ നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത്. ഇത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറാണ്. രാജ്യമാകെയുള്ള ഒരു രീതിയാണ്. വളരെ കൃത്യമായി മോക്ക് ഡ്രിൽ സമയത്ത് വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ലൈറ്റുകൾ ഓഫ് ചെയ്യണം. അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട വെളിച്ചം വീടുകളിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കട്ടറുകളോ ഉപയോഗിക്കണം. ജനാലകളുടെ സമയം മൊബൈൽ ഫോണുകൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. അടിയന്തര സാഹചര്യങ്ങളിൽ ബാറ്ററിയും സോളാർ ടോർച്ചുകളും തുടങ്ങിയവ ഉപയോഗിക്കണം. റേഡിയോ എന്നിവ കരുതണം. കൃത്യമായി സർക്കാർ സംവിധാനങ്ങൾ ആശ്രയിക്കണം.
ഈ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ പെരുമാറണം, എന്താണ് ചെയ്യേണ്ടത്. വലിയ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും വലിയ പ്രചരണങ്ങൾ ഉണ്ടാകാം, അതൊരുപക്ഷെ ആശങ്കയുണ്ടാക്കുന്നതാകാം, യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാകാം. ആ സാഹചര്യങ്ങൾ വളരെ കൃത്യമായി സർക്കാർ സംവിധാനങ്ങളിൽ നൽകുന്ന വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമങ്ങളെ ആശ്രയിക്കണമെന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ വീടുകളും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കണം. അതിൽ മരുന്ന് വേണം, ടോർച്ചുകൾ ഉണ്ടാകണം, വെള്ളം വേണം, അടിയന്തര സാധനം, ഡ്രൈ ഫുഡ് പോലുള്ള അത്തരം ആഹാരങ്ങൾ കരുതണം. വീടുകളുടെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം. എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ഈ കാര്യങ്ങൾ പരിശീലിക്കണം, ഫാമിലി ഡ്രില്ലിൽ പങ്കെടുക്കണം നിർദ്ദേശമുണ്ട്. പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതരായി അവിടുത്തെ കെട്ടിടങ്ങളിലേക്ക് മാറണം. ഔദ്യോഗിക വിവരങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റേഡിയോ, TV എന്നിവ ഉപയോഗിക്കണം. തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്ക് സൈറൻ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ്, വൈദ്യുതി ഓഫ് ചെയ്യുക. ബ്ലാക്ക് സമയത്ത് കുട്ടികളുടെയും വളർത്തുമൃഗങ്ങളുടെയും ഒക്കെ സുരക്ഷ ഉറപ്പാക്കണം. അതായത് ഇപ്പോൾ നടക്കുന്ന മോക്ക് ഡ്രില്ലാണെങ്കിൽ പോലും പൂർണ്ണമായും ഈ നിർദ്ദേശങ്ങൾ പാലിക്കണം. കാരണം രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് നിമിഷവും അത്തരമൊരു സാഹചര്യത്തിലേക്ക് രാജ്യം കടന്നുപോകാം. അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അതിനെ മറികടക്കാൻ, അതിനെ ധൈര്യത്തോടെ നേരിടാൻ ജനങ്ങളെ പ്രാപ്തരാക്കുകയാണ്